Assalamu alaikum. Hello dear student. So today we are going to take the next textbook, the chemistry textbook, part 2 textbook. So our fifth chapter is compounds of non-metals. Okay, അപ്പോൾ നമ്മൾ കെമിസ്ട്രിയുടെ ഫസ്റ്റ് പാർട്ട് കഴിഞ്ഞു, സെക്കൻഡ് പാർട്ടിലേക്ക് കടക്കുകയാണ്. അപ്പം അതിലെ ഫസ്റ്റ് ചാപ്റ്റർ കോമ്പൗണ്ട്സ് ഓഫ് നോൺ മെറ്റൽസ്. അപ്പം നമ്മൾ ഇതുവരെ പഠിച്ച മെറ്റൽസിനെ കുറിച്ചൊക്കെ ആയിരുന്നു അല്ലേ. സോ this chapter we are going to learn about the non-metals. non-metalsനെ കുറിച്ചാണ് പഠിക്കുന്നത്. നമുക്കറിയാം മെറ്റൽസിൻ്റെ എക്സാമ്പിൾസ് ഒക്കെ നമുക്ക് ഒരുപാട് അറിയില്ലേ, സോഡിയം, പൊട്ടാസ്യം, അങ്ങനെ ഒരുപാട് എക്സാമ്പിൾസ്. നമ്മൾ സിൽവർ, ഗോൾഡ് എല്ലാം എന്താണ്, സിൽവർ, ഗോൾഡ്, പ്ലാറ്റിനം അങ്ങനെയുള്ള എല്ലാം മെറ്റലുകളാണ്. മെറ്റലുകൾക്ക് നമ്മൾ ഒരുപാട് എക്സാമ്പിൾസ് ഒക്കെ പഠിച്ചു കഴിഞ്ഞു. ഓക്കെ, സോ നോൺ മെറ്റൽസ് എന്ന് പറയുമ്പം പീരിയോഡിക്, നമ്മൾ കൺസിഡർ ദ പീരിയോഡിക്, ഇഫ് യു കൺസിഡർ ദ പീരിയോഡിക് ടേബിൾ എടുത്ത് നോക്കുക, നമുക്കറിയാം ഒരു ഗ്രൂപ്പ് 13 ഉണ്ടല്ലോ. ഗ്രൂപ്പ് 13 മുതലുള്ള അങ്ങോട്ട് വരുന്നതൊക്കെ മിക്കവാറും നോൺ മെറ്റലുകളാണ്. നമുക്കറിയാം പിന്നെ ഗ്യാസ്, പിന്നെ എന്താണ് കാർബൺ, അല്ലെങ്കിൽ ഓക്സിജൻ എന്നൊക്കെ പറയുന്നത് എന്താണ്, ഗ്യാസുകളാണ്. ഓക്സിജൻ, നൈട്രജൻ ഒക്കെ എന്താണ്, അത് ഗ്യാസുകളാണ്. എന്ന് വെച്ചാൽ അത് നോൺ മെറ്റലുകളാണ് അല്ലേ. അപ്പോൾ എന്താണ്, നമ്മൾ ആ ഒരു 13 മുതൽ ഗ്രൂപ്പ് അങ്ങോട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കൂടുതലും അതിനകത്ത് എന്താണ് കാണപ്പെടുന്നത്, നോൺ മെറ്റൽസ് ആണ്. ഓക്കെ, സോ ഈ ഒരു ചാപ്റ്ററിൽ, ഇൻ ദിസ് ചാപ്റ്റർ വി ആർ ഗോയിങ് ടു ലേൺ മോർ അബൌട്ട് നോൺ മെറ്റൽസ്. നോൺ മെറ്റൽസിനെ കുറിച്ചാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ അല്ലേ. അപ്പോൾ നോൺ മെറ്റൽസ് എന്ന് പറയുമ്പോൾ ഇതിനകത്ത് നമ്മൾ പഠിക്കാൻ പോകുന്ന നോൺ മെറ്റൽസ് അമോണിയ എന്ന് പറയുമ്പം അതിലുള്ള നോൺ മെറ്റൽ ഏതാണ്, അമോണിയയിലുള്ള നോൺ മെറ്റൽ നൈട്രജനും ഹൈഡ്രജനും എന്താണ് അമോണിയ എന്ന് പറയുന്നത് വാട്ട് ഈസ് ദ കെമിക്കൽ. അപ്പോൾ നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കാൻ പോകുന്നത് അമോണിയ, സൾഫ്യൂരിക് ആസിഡിൻ്റെ പ്രിപ്പറേഷൻ, അതിൻ്റെ ഫിസിക്കൽ പ്രോപ്പർട്ടീസ്, അങ്ങനെയുള്ള കുറേ കാര്യങ്ങളാണ് ഈ ചാപ്റ്ററിൽ നമ്മൾ പഠിക്കുന്നത്. ആൻഡ് ഫസ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് അമോണിയയെക്കുറിച്ചാണ്. ഓക്കെ, NH3, വാട്ട് ഈസ് ദ കെമിക്കൽ ഫോമുല, NH3. അമോണിയയുടെ കെമിക്കൽ ഫോമുല എന്താണ്, NH3 എന്നുള്ളതാണ് അമോണിയയുടെ കെമിക്കൽ ഫോമുല. നമുക്കറിയാം ഗ്രീൻ റവല്യൂഷൻ അല്ലേ. ഗ്രീൻ റവല്യൂഷനെ കുറിച്ച് വി ഓൾ ഓഫ് ഇസ് നോ ദാറ്റ് ദ ഗ്രീൻ റവല്യൂഷനെ കുറിച്ച് നമുക്കറിയാം. നമ്മുടെ ഇന്ത്യയിൽ ഒരുപാട് ഈ ഒരു അഗ്രികൾച്ചറിലൊക്കെ ഒരുപാട് മാറ്റം വരുത്തിയ ഒരു റവല്യൂഷനായിരുന്നു ഗ്രീൻ റവല്യൂഷൻ എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ. അപ്പം അത് ലോക ജനതയുടെ അല്ലേ, നമ്മളിപ്പം വേൾഡിലുള്ള മൊത്തം പീപ്പിൾ എടുത്ത് നോക്കിയാലും അവരുടെയൊക്കെ ഒരു പോവേർട്ടി ടു എറാഡിക്കേറ്റ് ദ പോവേർട്ടി, ആ ഒരു പോവേർട്ടി എറാഡിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്തായിരുന്നു, നമ്മൾ ഈ ഗ്രീൻ റവല്യൂഷൻ വഴിയാണ് നമുക്ക് ഒരുപാട് മാറ്റങ്ങൾ നമ്മുടെ ഇന്ത്യയിൽ, ദർ ആർ ലോട്ട് ഓഫ് ചേഞ്ചസ് ദാറ്റ് ഹാപ്പൻ ഡ്യൂ ടു ദിസ് ഗ്രീൻ റവല്യൂഷൻ. ഒരുപാട് ഡെവലപ്മെൻറ്റ്സ്, ദർ ആർ സോ മെനി ഡെവലപ്മെൻറ്റ്സ് ആർ ഫോംഡ് ഡ്യൂ ടു ദിസ് ഗ്രീൻ റവല്യൂഷൻ. അപ്പോൾ ഗ്രീൻ റവല്യൂഷനിലെ പ്രധാനപ്പെട്ട ആരെന്ന് പറയുന്നത്, അല്ലെങ്കിൽ നമ്മൾ അഗ്രികൾച്ചറിൽ ഒരുപാട് യൂസ് ചെയ്യുന്നൊരു സാധനമാണ് എന്തെന്ന് പറയുന്നത്, നൈട്രജൻ വളങ്ങളെന്ന് പറയുന്നത്. നൈട്രജൻ ഫെർട്ടിലൈസേഴ്സ് ആർ യൂസ്ഡ് ഇൻ ദ അഗ്രികൾച്ചറൽ ഫീൽഡിൽ നമ്മൾ ഒരുപാട് നൈട്രജൻ ഫെർട്ടിലൈസേഴ്സ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ നൈട്രജൻ ഫെർട്ടിലൈസേഴ്സ് അല്ലെങ്കിൽ ദിസ് ടൈപ്പ് ഓഫ് കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ് നമ്മൾ യൂസ് ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ് എന്ത് മാറ്റം വന്നത്, കൃഷിയിലൊക്കെ അഗ്രികൾച്ചറിലൊക്കെ ഒരുപാട് ലോട്ട് ഓഫ് ചേഞ്ചസ് ദാറ്റ് ഹാപ്പൻ ഡ്യൂ ടു ദിസ് കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ് ഓർ ദ നൈട്രജൻ ഫെർട്ടിലൈസേഴ്സ് അല്ലേ. അപ്പോൾ ഈ നൈട്രജൻ ഫെർട്ടിലൈസർ ഉപയോഗിച്ചപ്പോഴത്തേക്ക് എന്ത് ചെയ്തു, ഒരുപാട് ദർ ആർ സോ മെനി പ്രോഫിറ്റ്സ് വി ഗെറ്റ് ഫ്രം ദിസ് അഗ്രികൾച്ചർ ഡ്യൂ ടു ദിസ് നൈട്രജൻ ഫെർട്ടിലൈസേഴ്സ് ആൻഡ് അതർ കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ്. അപ്പോൾ ഈ ഒരു നൈട്രജനെ കണ്ടുപിടുത്തം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അമോണിയ എന്നൊക്കെ പറയുന്നത് എന്താണ്, വളരെ നമ്മളുടെ അഗ്രികൾച്ചറൽ ഫീൽഡിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ഒന്നാണ്. സോ ഈ നൈട്രജൻ ഫെർട്ടിലൈസേഴ്സ് എന്ന് പറയുന്ന അഗ്രികൾച്ചറൽ ഫീൽഡിൽ നമ്മൾ വാസ്റ്റായിട്ട് യൂസ് ചെയ്യുന്ന ഒരു സാധനമാണ് ഈ നൈട്രജൻ ഫെർട്ടിലൈസേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, സോ അപ്പം ഇത് നമ്മൾ ഈ ഒരു അമോണിയയുടെയും അല്ലെങ്കിൽ അമോണിയ എന്ന് പറയുന്ന ഒരു കോമ്പൗണ്ടിൻ്റെയൊക്കെ കണ്ടുപിടുത്തത്തോടു കൂടിയാണ് ഇത്രയും നമ്മുടെ അഗ്രികൾച്ചറൽ ഫീൽഡ് ഇത്രയും ഒരു ഡെവലപ്മെൻറ്റ് വരാനുള്ള കാരണമെന്ന് പറയുന്നത് അതാണ്. ഓക്കെ, ആൻഡ് we are also learned about the sulfuric acid H2SO4, hydrochloric acid HCl and nitric acid HNO3. അപ്പോൾ തുടങ്ങിയ ഇവയൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു ഫീൽഡിൽ നമ്മൾ കെമിക്കൽ ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു അലോഹ സംയുക്തങ്ങൾ അല്ലെങ്കിൽ കോമ്പൗണ്ട്സ് ഓഫ് നോൺ മെറ്റൽസ്, അതാണ് കോമ്പൗണ്ട്സ് ഓഫ് നോൺ മെറ്റൽസിൻ്റെ കോമ്പൗണ്ട്സ്. ഇപ്പോൾ അമോണിയ എന്ന് പറയുന്നത് നോൺ മെറ്റലുകളുടെ ഒരു കോമ്പൗണ്ടാണ് അമോണിയ എന്ന് പറയുന്നത്. അതുപോലെ H2SO4. അപ്പോൾ നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കാൻ പോകുന്ന അമോണിയ, H2SO4, ദെൻ HCl അങ്ങനെയുള്ള
നോൺ മെറ്റലുകളുടെ കോമ്പൗണ്ട്സിൻ്റെ ഒരു പ്രിപ്പറേഷൻ, അപ്പോൾ അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ഒക്കെയാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കാൻ പോകുന്നത്. ഇപ്പോൾ നമ്മൾ അമോണിയ തന്നെ കൺസിഡർ ചെയ്യുക. അമോണിയ എന്ന് പറയുമ്പം അമോണിയ ഇസ് കമ്പൈൻഡ്, അല്ലെങ്കിൽ അമോണിയ ഇസ് ദ കോമ്പിനേഷൻ ഓഫ് നൈട്രജൻ ആൻഡ് ഹൈഡ്രജൻ. നൈട്രജൻ്റെയും ഹൈഡ്രജൻ്റെയും ഒരു കോമ്പിനേഷനായ ഒരു നോൺ മെറ്റൽ കോമ്പൗണ്ടാണ്, നോൺ മെറ്റൽസിൻ്റെ ഒരു കോമ്പൗണ്ടാണ് അമോണിയ എന്ന് പറയുന്നത്. ഹിയർ ഇൻ അമോണിയ ദർ ഈസ് നൈട്രജൻ ആൻഡ് ഹൈഡ്രജൻ. 1 nitrogen and 3 hydrogens combines to form ammonia. ഓക്കെ, അമോണിയ കമ്പൈൻ ചെയ്യുന്ന 3 ഹൈഡ്രജനും 1 നൈട്രജനും ചേരുന്നതാണ് അമോണിയ എന്ന് പറയുന്നത്, അല്ലേ? അപ്പോൾ ഇതെന്താണ്? നൈട്രജൻ എന്ന് പറയുന്നത് എന്താണ്? ഒരു നോൺ മെറ്റലാണ്, ഒരു ഗ്യാസ് അല്ലെ? നൈട്രജൻ ഗ്യാസ് ആണ്. ഹൈഡ്രജൻ എന്ന് പറയുന്ന ഒരു നോൺ മെറ്റലാണ്. അതിൻ്റെ പൊസിഷനെ കുറിച്ചൊക്കെ കുറേ കോൺട്രവേഴ്സീസ് ഉണ്ട് എങ്കിലും എന്താണ്, ഇത് രണ്ടും നോൺ മെറ്റലുകളാണ്. ദെൻ ഇവിടെ H2SO4, വെൻ വി കൺസിഡർ H2SO4 സൾഫ്യൂരിക് ആസിഡ്. H2SO4 എന്ന് പറഞ്ഞാൽ എന്താണ്? സൾഫ്യൂരിക് ആസിഡ്, അല്ലേ? അപ്പോൾ ഇവിടെ ഹൈഡ്രജൻ നോൺ മെറ്റലാണ്, സൾഫർ ഓക്സിജനും ഒക്കെ നോൺ മെറ്റൽസ് ആണ്. ഓക്കെ അല്ലേ? അപ്പോൾ ഇതിനെക്കുറിച്ചൊക്കെയാണ്, ഇതിൻ്റെ ഫിസിക്കൽ പ്രോപ്പർട്ടീസ്, ഇതിനെങ്ങനെയാണ്, ഹൗ ടു പ്രിപ്പയർ ദിസ് ഇൻ ദ ലബോറട്ടറി, ഹൗ ടു പ്രിപ്പയർ ഇൻ ദ ക്ലാസ് റൂം, അങ്ങനെയുള്ള കുറേ കാര്യങ്ങളാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, സോ ഫസ്റ്റ് വി ആർ ഗോയിങ് ടു ലേൺ അബൌട്ട് അമോണിയ. അപ്പം നമ്മൾ ആദ്യമായിട്ട് പഠിക്കാൻ പോകുന്നത് എന്താണ്? അമോണിയ, NH3. ഓക്കെ, അമോണിയ ഇസ് an important compound of nitrogen and is formed by the combination of nitrogen and hydrogen. അപ്പം അമോണിയ എന്ന് പറയുന്നത് നൈട്രജൻ്റെ ഒരു ഇമ്പോർട്ടൻറ്റ് കോമ്പൗണ്ടാണ്. അമോണിയ ഇസ് ദ ഇമ്പോർട്ടൻറ്റ് കോമ്പൗണ്ട് ഓഫ് നൈട്രജൻ ആൻഡ് ഇറ്റ് ഈസ് ഫോംഡ് ഓഫ് ദ കോമ്പിനേഷൻ ഓഫ് നൈട്രജൻ ആൻഡ് ഹൈഡ്രജൻ. നൈട്രജൻ്റെയും കോമ്പിനേഷനാണ് അമോണിയ എന്ന് പറയുന്നത്. ഓക്കെ, ആൻഡ് എന്താണ്? ഇറ്റ്സ് എ നോൺ മെറ്റൽ ഓൾസോ. പിന്നെ നമ്മുടെ 13 പീരിയോഡിക് ടേബിൾ 13 ഓൺവേർഡ്സ് വി ക്യാൻ സീ ദ നോൺ മെറ്റൽസ് കാണാനായിട്ട് പറ്റും. സോ നമുക്ക് ഹൗ ടു പ്രിപ്പയർ ദ അമോണിയ ഇൻ ദ ക്ലാസ് റൂമിൽ എങ്ങനെയാണ് നമ്മൾ അമോണിയ പ്രിപ്പയർ ചെയ്യുന്നതെന്നുള്ളതാണ്. ഓക്കെ, സോ ഹൗ ടു പ്രിപ്പയർ അമോണിയ ഇൻ ദ ക്ലാസ് റൂമിൽ എങ്ങനെയാണ് നമ്മൾ അമോണിയ, നമുക്ക് ഇൻഡസ്ട്രിയലി നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇൻ ലാർജ് സ്കെയിൽ ഇൻഡസ്ട്രിയലി നമ്മൾ ലാർജ് സ്കെയിലിൽ അമോണിയ പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. അമോണിയയുടെ യൂസസ് ഒക്കെ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. വി യൂസ്ഡ് അമോണിയ ഇൻ ദ അമോണിയസ് നൈട്രജൻ ഫെർട്ടിലൈസർ ആയിട്ട് നമ്മൾ അമോണിയയൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് നമ്മൾ ഇൻഡസ്ട്രിയലി നമ്മൾ ലാർജ് സ്കെയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഇൻഡസ്ട്രിയലി വി പ്രൊഡ്യൂസ് ഇൻ ദ ലാർജ് സ്കെയിൽ ആൻഡ് ഇൻ ദ ക്ലാസ് റൂം ഓൾസോ വി ക്യാൻ പ്രിപ്പയർ അമോണിയ. സോ ഹൗ ടു പ്രിപ്പയർ ദിസ് അമോണിയ ഇൻ ദ ക്ലാസ് റൂമിൽ നമുക്ക് എങ്ങനെ ഇതിനെ പ്രിപ്പയർ ചെയ്യാം എന്നുള്ളതാണ്. ഓക്കെ അല്ലേ? സോ എന്താണ്, ഇനി ഒരു ടെക്സ്റ്റ് ബുക്ക് യു ക്യാൻ സീ കെമിക്കൽസ് ഷോൺ ഇൻ ദ പിക്ചർ. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും, കണ്ടോ? കുറേ കെമിക്കൽസിൻ്റെ പിക്ചേഴ്സ് കൊടുത്തിട്ടുണ്ട്. ഇൻ പേജ് നമ്പർ നിങ്ങളുടെ ഫസ്റ്റ് പേജ് എടുത്ത് നോക്കിയാൽ മതി. ആൻഡ് ദീസ് കെമിക്കൽസ് ഹാവ് അറ്റ്മോസ്റ്റ് ഇമ്പോർട്ടൻസ് ഇൻ ദ അഗ്രികൾച്ചർ ആൻഡ് ഇൻഡസ്ട്രിയൽ സെക്ടേഴ്സ്. അപ്പോൾ ഇൻഡസ്ട്രിയൽ സെക്ടേഴ്സിലും അഗ്രികൾച്ചറൽ സെക്ടേഴ്സിലും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഫെർട്ടിലൈസേഴ്സ് അല്ലെങ്കിൽ ഈ ഒരു കെമിക്കലുകളെന്ന് പറയുന്നത്, അല്ലേ? ആൻഡ് hence they are produced in large quantities. അതുകൊണ്ട് തന്നെ ഇത് എന്ത് ചെയ്യുന്നു? ലാർജ് ക്വാണ്ടിറ്റീസിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. We shall familiarize ourselves with the methods of production and properties of some of these chemicals. അപ്പോൾ ഇതിൻ്റെ പ്രൊഡക്ഷനും ഇതിൻ്റെ പ്രോപ്പർട്ടീസും ഒക്കെയാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ മെയിനായിട്ട് പഠിക്കാൻ പോകുന്നത്. ആൻഡ് ഫസ്റ്റ് ഓഫ് ഓൾ വി ആർ ഗോയിങ് ടു ലേൺ അബൌട്ട് ദ അമോണിയ. അമോണിയ ഇസ് എ കോമ്പിനേഷൻ ഓഫ് നൈട്രജൻ ആൻഡ് ഹൈഡ്രജൻ. നൈട്രജൻ്റെയും കോമ്പിനേഷനാണ് അമോണിയ എന്ന് പറയുന്നത്. സോ ഹൗ ടു പ്രിപ്പയർ ദിസ് അമോണിയ ഇൻ ദ ക്ലാസ് റൂം. Ammonia is an important raw material for the nitrogen fertilizers which are essential for the growth of plants. അപ്പോൾ പ്ലാന്റ്സിൻ്റെ ഗ്രോത്തിന് ഏറ്റവും അത്യാവശ്യമുള്ളൊരു ഫാക്ടറാണ് ഇതെന്ന് പറയുന്നത് അമോണിയ എന്ന് പറയുന്നത്. ആൻഡ് ഹൗ വി ക്യാൻ പ്രിപ്പയർ അമോണിയ ഇൻ ദ ക്ലാസ് റൂം? ലെറ്റ്സ് ഡു ആൻ എക്സ്പെരിമെൻറ്റ്. നമുക്കൊരു എക്സ്പെരിമെൻറ്റ് നോക്കാം. എങ്ങനെയാണെന്നുള്ളത് മിസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ എങ്ങനെയാണെന്നുള്ളത് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, സെക്കൻഡ് ലിറ്റിൽ അമോണിയം ക്ലോറൈഡ് എടുക്കുക. ഓക്കെ, അപ്പോൾ അമോണിയ നമ്മൾ ക്ലാസ് റൂമിൽ പ്രിപ്പയർ ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ വി ടേക്ക് ദ അമോണിയം NH4Cl. അമോണിയം ക്ലോറൈഡ് നമ്മൾ എടുക്കുന്നു. ഓക്കെ, വാട്ട് ഈസ് ദ കെമിക്കൽ ഫോർമുല? NH4Cl, അമോണിയം ക്ലോറൈഡ്. അമോണിയം ക്ലോറൈഡ്. Okay, so first of all we take ammonium chloride. അമോണിയം ക്ലോറൈഡിൻ്റെ വാച്ച് ഗ്ലാസ് അറിയാമല്ലോ, ഇങ്ങനെ ഇതായിട്ടിരിക്കുന്നതാണ് വാച്ച് ഗ്ലാസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ വാച്ച് ഗ്ലാസ്സിൽ നമ്മൾ വി ടേക്ക് ദ അമോണിയം ക്ലോറൈഡ് എടുത്തു. ആൻഡ് ലിറ്റിൽ കാൽസ്യം ഹൈഡ്രോക്സൈഡ്. അപ്പോൾ നമ്മൾ പിന്നെന്താ എടുക്കുന്നത്? കാൽസ്യം ഹൈഡ്രോക്സൈഡ്. അപ്പോൾ അമോണിയം ക്ലോറൈഡ് എടുത്തു, ദെൻ കാൽസ്യം ഹൈഡ്രോക്സൈഡ്. CaOH2 എന്ന് പറയുന്നത് എന്താണ്? കാൽസ്യം ഹൈഡ്രോക്സൈഡ്.
So first of all we take ammonium chloride and then calcium hydroxide. Calcium hydroxide എടുക്കുന്നു, ammonium chloride എടുക്കുന്നു. എന്നിട്ട് എന്ത് ചെയ്യുന്നു? Little calcium hydroxide to it and stir well. നന്നായിട്ടൊന്ന് stir ചെയ്യുക, നന്നായിട്ടൊന്ന് അതൊന്ന് ജസ്റ്റ് stir ചെയ്യുക. Can you sense any smell? അപ്പോൾ ഇതിൻ്റെ സ്മെല്ലെന്ന് പറയുന്നത് എന്താ? ഭയങ്കര അപ്പോൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത്, അതായത് നമ്മൾ അമോണിയം ക്ലോറൈഡ് എടുത്തു. ഫസ്റ്റ് ഓഫ് ഓൾ വി ടേക്ക് അമോണിയം ക്ലോറൈഡ് ആൻഡ് ദെൻ വി ആഡ് കാൽസ്യം ഹൈഡ്രോക്സൈഡ് ടു ആൻഡ് സ്റ്റിർ വെൽ. അമോണിയം ക്ലോറൈഡ് എടുത്തിട്ട് അതിലേക്ക് കാൽസ്യം ഹൈഡ്രോക്സൈഡ് എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? അതിനെ ഒന്ന് മിക്സ് ചെയ്യുന്നു. മിക്സ് ചെയ്യുമ്പോൾ എന്താണ്? ഭയങ്കര ഒരു പഞ്ചൻ സ്മെല്ല് അവിടെ ഉണ്ടാകും. പഞ്ചൻ സ്മെല്ലെന്ന് പറയുന്നത് എന്താണ്? ഭയങ്കര ഒരു എന്താ നമുക്ക് ഒരു ഇറിറ്റേറ്റഡ് ആയിട്ടുള്ള സ്മെല്ലാണ് അവിടെ ഉണ്ടാകുന്നത്. ദാറ്റ് ഈസ് ദ പഞ്ചൻ സ്മെൽ. പഞ്ചൻ സ്മെൽ എന്ന് പറഞ്ഞാൽ ആ ഒരു ഇറിറ്റേറ്റഡ് സ്മെല്ലിനെയാണ് നമ്മൾ പഞ്ചൻ സ്മെൽ എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് അവിടെ ഫോം ചെയ്യുന്നത്? ഒരു പഞ്ചൻ സ്മെൽ ഫോം ചെയ്യുന്നു. അതായത് രണ്ടും കൂടെ നമ്മൾ മിക്സ് ചെയ്തേക്കുവാണ്. സോ ദെയർ ഫോംസ് ദ പഞ്ചൻ സ്മെൽ. അവിടെ എന്ത് ഫോം ചെയ്തു? ഒരു പഞ്ചൻ സ്മെൽ ഫോം ചെയ്തു. ദാറ്റ് ഷോസ് ദ പ്രസൻസ് ഓഫ് അമോണിയ. അപ്പോൾ ഇവിടെ എന്താ ഉണ്ടായി? അതായത് അമോണിയം ക്ലോറൈഡും കാൽസ്യം ഹൈഡ്രോക്സൈഡും കൂടെ നമ്മൾ എന്ത് ചെയ്തു? നമ്മൾ മിക്സ് ചെയ്തു. അവിടെ ഉണ്ടാകുന്ന പ്രോഡക്റ്റ് ഏതാണ്? അമോണിയ. NH3 ആണ് അവിടെ ഉണ്ടാകുന്നത്. നമുക്ക് അതിൻ്റെ ഇക്വേഷൻസ് നോക്കാം. സോ ഷോ wet blue and red litmus papers over the watch glass 1/2. അപ്പോൾ നമ്മളിത് ആസിഡ് ആണോ ആൽക്കലി ആണോ എന്ന് അറിയേണ്ട, അല്ലെങ്കിൽ ആസിഡ് ആണോ, വെദർ ഇറ്റ് ഈസ് ആസിഡ് ഓർ ആൽക്കലി. അതിന് വേണ്ടിയിട്ട് ഫോർ ദാറ്റ് വി ടേക്ക് റെഡ് ലിറ്റ്മസ് പേപ്പർ ആൻഡ് ബ്ലൂ ലിറ്റ്മസ് പേപ്പർ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ റെഡ് ലിറ്റ്മസ് പേപ്പറും ബ്ലൂ ലിറ്റ്മസ് പേപ്പറും എടുക്കുന്നു ആൻഡ് ഷോ ഇറ്റ്. അപ്പോൾ അല്ലെങ്കിൽ അതിലേക്ക് നമ്മൾ ഡിപ്പ് ചെയ്യുന്നു. അപ്പോൾ നമ്മൾ ആദ്യം റെഡ് ലിറ്റ്മസ് പേപ്പർ എന്ത് ചെയ്യുന്നു? അതിലേക്ക് ഡിപ്പ് ചെയ്യുന്നു. ദെൻ ബ്ലൂ ലിറ്റ്മസ് പേപ്പർ നമ്മൾ എന്താണ് നമ്മളവിടെ ഡിപ്പ് ചെയ്യുന്നു. വിച്ച് ലിറ്റ്മസ് പേപ്പർ ഷോസ് എ കളർ ചേഞ്ച്. അവിടെ ഏത് ലിറ്റ്മസ് പേപ്പറാണ് അവിടെ കളർ ചേഞ്ച് കാണിക്കുന്നതെന്നുള്ളതാണ്. ഇൻ ടു ദ ഗ്യാസ് വിത്ത് പഞ്ചൻ സ്മെൽ ഷോ വിത്ത് wet red litmus paper and blue litmus paper. Only the red litmus paper becomes blue, showing that gas is basic in nature. അവിടെ red litmus paper എന്ത് ചെയ്തു? red litmus turns to blue. red litmus blue ആവുകയാണെന്നുണ്ടെങ്കിൽ എന്താണ്? അത് ബേസ് ആണ് അല്ലേ? റെഡ് ലിറ്റ്മസ് പേപ്പർ എന്തായിട്ട് മാറി? ബ്ലൂ ആയിട്ട് മാറി. ദെൻ ഇറ്റ് ഈസ് ബേസ്. ഇപ്പം അമോണിയ എന്ന് പറയുന്നത് എന്താണ്? ബേസ് ആണ്. വെൻ വി ആഡ് ammonium chloride in the classroom preparation, we take ammonium chloride and calcium hydroxide and we just mix അല്ലേ? നമ്മളിതിനെ മിക്സ് ചെയ്യുന്നു ആൻഡ് ദെയർ ഫോംസ് അമോണിയ ഗ്യാസ് ആണ് അവിടെ ഫോം ചെയ്യുന്നത്. അപ്പോൾ ഒരു പഞ്ചൻ സ്മെല്ല് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ദാറ്റ് ഷോ ദ പ്രസൻസ് ഓഫ് അമോണിയ ദെയർ ആൻഡ് വി പുട്ട് റെഡ് ലിറ്റ്മസ് പേപ്പർ ആൻഡ് ബ്ലൂ ലിറ്റ്മസ് പേപ്പർ. റെഡ് ലിറ്റ്മസ് പേപ്പറും ബ്ലൂ ലിറ്റ്മസ് പേപ്പറും നമ്മൾ അതിലേക്ക് ഡിപ്പ് ചെയ്യുന്നു. ഡിപ്പ് ചെയ്യുമ്പോഴെന്താണ് അവിടെ എന്താണ് ഉണ്ടാവുന്നത്? അവിടെ ബേസ് അല്ലേ? റെഡ് ലിറ്റ്മസ് പേപ്പർ ബ്ലൂ ആയിട്ട് മാറുന്നു. ദാറ്റ് ഷോസ് ഇറ്റ്സ് ബേസിക് ഇൻ നേച്ചർ. അപ്പം അമോണിയ എന്ന് പറയുന്നത് ഏത് നേച്ചറാണ്? വെരി ഇമ്പോർട്ടൻറ്റ്. ഏത് നേച്ചറാണ്? ബേസ് ആണ് അല്ലേ? അമോണിയ എന്ന് പറയുന്നത് എന്താണ്? ബേസ് ആണ്. ഓക്കെ, സോ ഈസ് ദ ഗ്യാസസ് അസിഡിക് ഓർ ബേസിക്? ഇതേതാണ്? അസിഡിക് ആണോ ബേസിക് ആണോ? ഇറ്റ് ഈസ് ബേസിക് ഇൻ നേച്ചർ. അമോണിയ ഈസ് ബേസിക് ഇൻ നേച്ചർ. അമോണിയ എന്ന് പറയുന്നത് ഏത് നേച്ചറാണ്? ബേസിക് നേച്ചറാണ്. ഓക്കെ അല്ലേ? സോ ഇനി പ്രിപ്പറേഷൻ ഓഫ് അമോണിയ ഇൻ ദ ലബോറട്ടറി. ഹൗ ടു പ്രിപ്പയർ അമോണിയ ഇൻ ദ ലബോറട്ടറി. അപ്പം നമ്മൾ ഇതിൻ്റെ പ്രിപ്പറേഷൻ നമ്മൾ പറഞ്ഞു. അപ്പോൾ ഇതിൻ്റെ ഇക്വേഷൻ നമ്മൾ എഴുതിയില്ലല്ലോ. സോ ഹൗ വി ക്യാൻ റൈറ്റ് ദ ഇക്വേഷൻ വെൻ വി കമ്പൈൻ ammonium chloride. So what is the chemical formula of ammonium chloride? NH4Cl, ammonium chloride, and it combines with what? It combines with the calcium hydroxide. Like calcium hydroxide. Equation balance here. Calcium hydroxide and there forms ammonia, water and ammonia. Water and ammonia. So there forms what? There forms the water and ammonia. Ammonium water avada form cheyidu. Namakadine balance cheyan ningal 9th il padichittundu, adonde ningalku ariyam. So calcium hydroxide 2NH4Cl, calcium hydroxide 2NH3. ഇപ്പോൾ ബാലൻസ്ഡ് ആയോ calcium hydroxide? ഓക്കെ, സോ നമുക്കറിയാം ഇവിടെ നോക്കെ നിങ്ങൾക്ക് how to balance a chemical equation. In the 9th standard you have learned how to balance a chemical equation അല്ലേ? 9th സ്റ്റാൻഡേർഡിൽ നിങ്ങൾ പഠിച്ചു എങ്ങനെയാണ് ഒരു കെമിക്കൽ ഇക്വേഷൻ ബാലൻസ് ചെയ്യാന്നുള്ളത്. അപ്പം ലെഫ്റ്റ് സൈഡിൽ നമ്പേഴ്സ് ഓരോ എലമെൻസിൻ്റെ നമ്പർ കറക്റ്റ് ആണോ എന്ന് നോക്കുക. റൈറ്റ് സൈഡിൽ നോക്കുക. ഇവിടെ നോക്കേ, ഇവിടെ 2 നൈട്രജൻ, ഹിയർ ഓൾസോ 2 nitrogen, 2 nitrogen. Then ഇവിടെ 4 hydrogen, here also 4 hydrogen, 2 into 2 4. അങ്ങനെയാണ് നമ്മൾ നോക്കുന്നത്. 2 into 2 4 hydrogen. Then chlorine എത്ര? chlorine 1 chlorine. അവിടെ
അമോണിയം ക്ലോറൈഡ് അവിടെ ക്ലോറിൻ ഫോം ചെയ്തില്ല, അപ്പോൾ ഇറ്റ്സ് ഓക്കെ. ദെൻ കാൽസ്യം, ഇവിടെ കാൽസ്യം ഇല്ല. പിന്നെ ബാക്കിയുള്ളത് നമ്മൾ ഇങ്ങനെയാണ് നോക്കുന്നത്. അപ്പം എങ്ങനെയാണ് നമ്മൾ ഇക്വേഷൻ ബാലൻസ്ഡ് ആണോ നിങ്ങൾ 9th പഠിച്ചത് കൊണ്ടാണ് മിസ് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാതെ. നിങ്ങൾക്ക് ഇപ്രാവശ്യം എങ്ങനെയാണ് ബാലൻസ് ചെയ്യുന്നില്ല, പക്ഷെ നമ്മളൊരു ഇക്വേഷൻ കിട്ടുമ്പോൾ അതിനെ ബാലൻസ് ചെയ്യുക. ഓക്കെ, എങ്കിൽ മാത്രമേ ആ ഒരു കെമിക്കൽ ഇക്വേഷൻ കറക്റ്റ് ആവുള്ളൂ. അപ്പം 9th നിങ്ങൾ ഡീറ്റെയിലി ഒരുപാട് ഇക്വേഷൻസിനെ നിങ്ങൾ ബാലൻസ് ചെയ്ത് പഠിച്ചതാണ്. ഓക്കെ അല്ലേ? അപ്പോൾ എന്താണ്, ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ബാലൻസിങ്ങിൽ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ മിസ്സിനോട് ചോദിച്ചാൽ മതി. അപ്പോൾ ഇതാണ് എന്തെന്ന് പറയുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് ബാലൻസ് ചെയ്യാനില്ല, പക്ഷെ നമ്മൾ എപ്പോഴും ഒരു ഇക്വേഷൻ കിട്ടുമ്പോൾ അത് ബാലൻസ്ഡ് ആണോ എന്ന് ചെക്ക് ചെയ്യുക. ഇനി ബാലൻസ്ഡ് അല്ലെങ്കിൽ നിങ്ങൾ ബാലൻസ് ചെയ്യുക. നമ്മൾ ഇവിടുത്തെ നമ്പറും അവിടുത്തെ ഓരോ എലമെൻറ്റിൻ്റെയും ഇവിടുത്തെ നമ്പറും കറക്റ്റ് ആണോ എന്ന് നോക്കുക. ഓക്കെ, അപ്പോൾ അങ്ങനെ കറക്റ്റ് അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, അഡീഷണലായിട്ട് ഓരോ നമ്പേഴ്സ് ഇട്ട് കൊടുത്ത് അതിനെ ബാലൻസ്ഡ് ആക്കി മാറ്റുക. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ബാലൻസ് ചെയ്യുന്നത്. ഇപ്പോൾ നമുക്കത് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പഠിക്കേണ്ട. സോ അമോണിയം ക്ലോറൈഡ് കമ്പൈൻസ് വിത്ത് കാൽസ്യം ഹൈഡ്രോക്സൈഡ് ഗീവ്സ് വാട്ടർ ആൻഡ് അമോണിയ. അവിടെ എന്ത് ഫോം ചെയ്തു? വാട്ടറും അമോണിയയും ഫോം ചെയ്തു. ഓക്കെ, നെക്സ്റ്റ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഇക്വേഷൻ അല്ലേ? അമോണിയം ക്ലോറൈഡ് കാൽസ്യം ഹൈഡ്രോക്സൈഡ് കമ്പൈൻ ചെയ്ത് അവിടെ എന്ത് ഫോം ചെയ്തു? അമോണിയ ഇസ് പഞ്ചന്റ് സ്മെൽ. ഇറ്റ് ഷോസ് എ പഞ്ചന്റ് സ്മെൽ. ദെൻ വി ആർ ഗോയിങ് ടു ലേൺ അബൌട്ട് ദ ലബോറട്ടറി പ്രിപ്പറേഷൻ. അല്ലെങ്കിൽ നമ്മൾ എങ്ങനെയാണ് ഇതിനെ പ്രിപ്പറേഷൻ ഓഫ് അമോണിയ ഇൻ ദ ലബോറട്ടറിയിൽ എങ്ങനെയാണ് നമ്മൾ അമോണിയനെ പ്രിപ്പയർ ചെയ്യുന്നുള്ളതാണ്. അതിന് വേണ്ടിയിട്ട് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ഒരു അറേഞ്ച്മെൻറ്റ് കൊടുത്തിട്ടുണ്ട്. യു ഓൾസോ ലുക്ക് ഇൻ ടു ദ ടെക്സ്റ്റ് ബുക്ക്. ഓക്കെ, സോ ഇവിടെ നമ്മൾ കണ്ടോ, ഇവിടെ ഒരു സ്ലാൻഡ് ചെയ്തിരിക്കുന്ന ടെസ്റ്റ് ട്യൂബാണ്. അമോണിയ ഇസ് ഗ്യാസ് ഹൈലി എന്താണ് ഇവിടെ നമ്മൾ ഈ ഒരു ഡയഗ്രം ഇങ്ങനെ ഒരു സെറ്റപ്പിലാണ് നമ്മൾ അമോണിയനെ ലബോറട്ടറിയിൽ പ്രിപ്പയർ ചെയ്യുന്നത്. ഇവിടെ നോക്കിയാൽ നമ്മൾ അമോണിയം ക്ലോറൈഡും കാൽസ്യം ഹൈഡ്രോക്സൈഡും കൂടെയാണ് എടുത്തേക്കുന്നത്. നമ്മൾ ക്ലാസ്സിൽ പ്രിപ്പയർ ചെയ്ത അതേ മെത്തേഡാണ്, പക്ഷേ അതൊരു ഡിവൈസിൽ കൂടെ നമുക്ക് ചെറിയ എമൗണ്ടിലല്ലല്ലോ വേണ്ടത്, വലിയ എമൗണ്ടിൽ വേണം. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു സെറ്റപ്പിൽ നമ്മൾ ലാബിൽ ചെയ്യുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ വി ടേക്ക് അമോണിയം ക്ലോറൈഡ് ആൻഡ് കാൽസ്യം ഹൈഡ്രോക്സൈഡ്. അമോണിയം ക്ലോറൈഡും കാൽസ്യം ഹൈഡ്രോക്സൈഡും നമ്മൾ അതിൻ്റെ മിക്സ്ചർ എടുക്കുന്നു. എന്നിട്ട് ഇതിനെ എന്ത് ചെയ്യുന്നു? ഒരു അമോണിയ ഗ്യാസ് പാസ് ടു ദ ക്യുക്ലൈൻ ഡ്രൈയിങ് ടവർ. ഇതെന്ന് പറയുന്നത് ഒരു ഡ്രൈയിങ് ടവറാണ്. അപ്പോൾ ഈ അമോണിയ എന്ന് പറയുന്നത് എന്ത് ചെയ്യുന്നു? ഇതിൽ ഈ ഒരു ഡ്രൈയിങ് ടവറിലൂടെ നമ്മൾ പാസ് ചെയ്യിപ്പിക്കുന്നു. ഈ ഡ്രൈയിങ് ടവറിൽ എന്തോ ഉണ്ട്? കാൽസ്യം ഓക്സൈഡ് ഉണ്ട്. എന്തിനാണ് ഈ കാൽസ്യം ഓക്സൈഡ് വെച്ചേക്കുന്നത്? വൈ അമോണിയ ഗ്യാസ് പാസ് ടു ത്രൂ ക്യുക്ലൈൻ. എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ക്യുക്ലൈൻ ഉള്ളത്? നിങ്ങൾ ടെക്സ്റ്റ് നോക്കുക കേട്ടോ. അപ്പോൾ ഫസ്റ്റ് എന്ത് ചെയ്യുന്നു? നമ്മൾ ഒരു ടെസ്റ്റ് ട്യൂബ് എടുക്കുന്നു. ആ ടെസ്റ്റ് ട്യൂബ് എന്ന് വെച്ചാൽ ഒരു സ്ലാൻഡിങ് പൊസിഷനിലാണ് ഇരിക്കുന്നത്. എന്നിട്ട് എന്ത് ചെയ്യുന്നു? അവിടെ അമോണിയം ക്ലോറൈഡും കാൽസ്യം ഹൈഡ്രോക്സൈഡിൻ്റെയും കൂടെ മിക്സ്ചറാണ് നമ്മൾ എടുക്കുന്നത്. എന്നിട്ട് എന്ത് ചെയ്യുന്നു? ഇതൊരു കാൽസ്യം ഓക്സൈഡുള്ള ഡ്രൈയിങ് ടവറിലൂടെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഇതിനെ പാസ് ചെയ്യിപ്പിക്കുന്നു. കാൽസ്യം ഓക്സൈഡുള്ള ഡ്രൈയിങ് ടവറിലൂടെ നമ്മൾ എന്ത് ചെയ്യുന്നു? പാസ് ചെയ്യിപ്പിക്കുന്നു. എന്നിട്ട് അമോണിയ എവിടെയാണ് കളക്ട് ചെയ്യുന്നത്? ദാണ്ടെ ഇവിടെയാണ് കളക്ട് ചെയ്യുന്നത്. ഓക്കെ, ആ ഒരു വേറൊരു ടെസ്റ്റ് ട്യൂബ് കൊടുത്തിട്ടുണ്ടല്ലോ, അവിടെയാണ് അമോണിയനെ കളക്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു സെറ്റപ്പ് എന്ന് പറയുന്നത്. ഫസ്റ്റ് എന്ത് ചെയ്യുന്നു? ആ സെറ്റപ്പ് നിങ്ങൾ നോക്കുക, ആ ഒരു അപ്പാരറ്റസ് നിങ്ങൾ നോക്കുക. ഫസ്റ്റ് ആ ഒരു സ്ലാൻഡിങ് ടെസ്റ്റ് ട്യൂബ് അല്ലേ, ഇങ്ങനെ ഒരു സ്ലാൻഡിങ് ടെസ്റ്റ് ട്യൂബ് ഇരിപ്പുണ്ട്. അപ്പോൾ അതിൽ നമ്മൾ എന്ത് എടുക്കുന്നു? അവിടെ നമ്മൾ എന്തൊക്കെയാണ് എടുക്കുന്നത്? അമോണിയം ക്ലോറൈഡും ദെൻ കാൽസ്യം ഹൈഡ്രോക്സൈഡും. അമോണിയം ക്ലോറൈഡും കാൽസ്യം ഹൈഡ്രോക്സൈഡും എടുക്കുന്നു. എന്നിട്ട് എന്ത് ചെയ്യുന്നു? ഇവിടെ ഒരു സ്ലാൻഡിങ് പൊസിഷനിലുള്ള ഒരു ട്യൂബ് അവിടെ വെച്ചിട്ടുണ്ട്. ഇതിനകത്ത് എന്താണ്? ഇതിനകത്ത് കാൽസ്യം ഓക്സൈഡ് ഉണ്ട്. ദെൻ ഇതൊരു ഡ്രൈയിങ് ടവറാണ്. എന്തിനു വേണ്ടിയിട്ടാണ് ഈ ഡ്രൈയിങ് ടവറിലൂടെ അമോണിയം ക്ലോറൈഡിനെ പാസ് ചെയ്യിപ്പിക്കുന്നത്? എന്തിനു വേണ്ടിയിട്ടാണ് ഈ അമോണിയം ക്ലോറൈഡിനെ ഈ ഡ്രൈയിങ് ടവറിലൂടെ പാസ് ചെയ്യിപ്പിക്കുന്നത്? അതായത് അമോണിയ എന്ന് പറയുന്നത് എന്താണ്? അമോണിയ എന്ന് പറയുന്നത് എന്താണ്? ഇസ് ഗ്യാസ് ദാറ്റ് ഹൈലി സോലുബിൾ ഇൻ വാട്ടറിൽ അല്ലെങ്കിൽ അമോണിയ എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് പാസ്ഡ് ത്രൂ എ ഡ്രൈയിങ് ടവർ കണ്ടെയ്നിങ് ക്യുക്ലൈൻ കാൽസ്യം ഓക്സൈഡ് ടു റിമൂവ് ദ മോയ്സ്ചർ പ്രസൻറ്റ് ഇൻ ഇറ്റ്. അപ്പോൾ ഇത് ഡ്രൈയിങ് ടവറിലൂടെയാണ് ഇതിനെ എന്ത് ചെയ്യുന്നു? ഒരു ഡ്രൈയിങ് ടവറിലൂടെ പാസ് ചെയ്യിപ്പിക്കുന്നു. അപ്പോൾ ഈ ഡ്രൈയിങ് ടവറിൽ എന്തോ ഉണ്ട്? ഡ്രൈയിങ് ടവർ. അപ്പോൾ ഈ ഡ്രൈയിങ് ടവറിൽ എന്തോ ഉണ്ട്? കാൽസ്യം ഓക്സൈഡ് ഉണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ് ഈ ഡ്രൈയിങ് ടവറിലൂടെ? വാട്ട് ഈസ് ദ പർപ്പസ് ടു പാസ് ദിസ് അമോണിയ ടു ദിസ് ഡ്രൈയിങ് ടവർ ത്രൂ ദിസ് ഡ്രൈയിങ് ടവർ? എന്തിനു വേണ്ടിയിട്ടാണ് ഈ ഡ്രൈയിങ് ടവറിലൂടെ അമോണിയനെ പാസ് ചെയ്യിപ്പിക്കുന്നത്? അതിനകത്ത് എന്തെങ്കിലും മോയ്സ്ചർ ഉണ്ടെങ്കിൽ അതിനെ റിമൂവ് ചെയ്യാനായിട്ടാണ് ഈ ഡ്രൈയിങ് ടവറിലൂടെ പാസ് ചെയ്യിപ്പിക്കുന്നത്. എന്നിട്ട് അവിടെ വേറൊരു ടെസ്റ്റ് ട്യൂബ് ഉണ്ടല്ലോ, വേറൊരു ടെസ്റ്റ് ട്യൂബ് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ടെസ്റ്റ് ട്യൂബിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? അമോണിയെ കളക്ട് ചെയ്തെടുക്കുന്നു. അതിൻ്റെ മോയ്സ്ചറൊക്കെ റിമൂവ് ചെയ്തതിന് ശേഷം ഈ ഒരു ടെസ്റ്റ് ട്യൂബ് അവിടെ ഉണ്ട്. ആ ടെസ്റ്റ് ട്യൂബിൽ എന്ത് ചെയ്യുന്നു? അമോണിയനെ നമ്മൾ എന്ത് ചെയ്തെടുക്കുന്നു? അതിനെ കളക്ട് ചെയ്യുന്നു.
So note that gas jar is used to collecting ammonia is kept inverted. ഇത് ഇൻവേർട്ടഡ് ആയിട്ടുള്ള പൊസിഷനിലാണ് വെച്ചേക്കുന്നത്. ഇൻവേർട്ടഡ് പൊസിഷനിൽ വെച്ചേക്കാൻ എന്താണ് ഇൻവേർട്ടഡ് പൊസിഷൻ എന്ന് പറയുമ്പോൾ തല തിരിച്ചാണ് വെച്ചേക്കുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ്? അമോണിയ എന്ന് പറയുന്നത് ഡെൻസിറ്റി കുറവാണ്, ലെസ് ഡെൻസർ ആണ്. ഓക്കെ, അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, അതിനെ തല തിരിച്ച് വെച്ചേക്കുന്നത്. അതായത് ഡെൻസിറ്റി കുറവാണ് അമോണിയയ്ക്ക്. സോ വൈ ഈസ് യുവർ ഇൻഫറൻസ് അബൌട്ട് ദ ഡെൻസിറ്റി ഓഫ് അമോണിയ ഫ്രം ദിസ്? അപ്പോൾ എന്താണ്, അമോണിയക്ക് ഡെൻസിറ്റി കുറവാണ്, അതായത് എയറിനേക്കാളിലും ഡെൻസിറ്റി ഓഫ് അമോണിയ ഇസ് ലെസ് ദാൻ ദാറ്റ് ഓഫ് എയർ. എയറിനേക്കാളിലും ഡെൻസിറ്റി കുറവായതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു ഇൻവേർട്ടഡ് പൊസിഷനിൽ എന്തിനെ വെക്കുന്ന, ആ ഒരു ട്യൂബിനെ നമ്മൾ വെക്കുന്നത്. ഓക്കെ, സോ എന്നിട്ട് എന്ത് ചെയ്യുന്നു, ഈ ഒരു റൗണ്ട് ബോട്ടം ഫ്ലാസ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, അമോണിയനെ കളക്ട് ഡ്രൈ അമോണിയൻ്റെ റൗണ്ട് ബോട്ടം ഫ്ലാസ്ക്. എന്നിട്ട് ഈ റൗണ്ട് ബോട്ടം ഫ്ലാസ്കിൽ നമ്മൾ അമോണിയയെ കളക്ട് ചെയ്യുന്നത്. ഇതാണ് നമ്മുടെ എക്സ്പെരിമെൻറ്റ്. ഇതാണ് നമ്മൾ ലബോറട്ടറിയിൽ ഇങ്ങനെയാണ് നമ്മളിതിനെ പ്രിപ്പയർ ചെയ്യുന്നത്. ഓക്കെ, സോ അമോണിയ ഇസ് എ ലൈറ്റർ ഗ്യാസ്. ഇറ്റ് ഈസ് കളക്റ്റഡ് ബൈ ദ ഡൗൺവേർഡ് ഡിസ്പ്ലേസ്മെൻറ്റ് ഓഫ് എയർ. അതുകൊണ്ടാണ് നമ്മൾ ഇതിനെ ഇൻവേർട്ടഡ് പൊസിഷനിൽ ഡൗൺവേർഡ് ആയിട്ടാണ് ഇതിനെ കളക്ട് ചെയ്യുന്നത്. അറിയാലോ നിങ്ങൾക്ക്, എയറും അമോണിയ ആയിട്ട് കൺസിഡർ ചെയ്യുമ്പം അമോണിയ എന്ന് പറയുന്നത് ലെസ് ഡെൻസറാണ്, ഡെൻസിറ്റി കുറവാണ്. ഓക്കെ, അപ്പോൾ ഡെൻസിറ്റി കുറവായതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു ഇൻവേർട്ടഡ് പൊസിഷനിലാണ് ഇതിനെ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത്, ഇതിനെ കളക്ട് ചെയ്തെടുക്കുന്നത്. എന്നിട്ട് ഈ ഒരു റൗണ്ട് ബോട്ടം ഫ്ലാസ്കിൽ എന്ത് ചെയ്യും, നമ്മൾ ഈ ഡ്രൈയിങ് ടവറിലൂടെ കടത്തിവിട്ട് അമോണിയയുടെ ആ ഒരു പിന്നെ മോയ്സ്ചർ കണ്ടൻറ്റൊക്കെ മാറ്റിയിട്ട് ഈ ഒരു ടെസ്റ്റ് ട്യൂബിൽ, ഇൻവേർട്ടഡ് പൊസിഷനിൽ ഇരിക്കുന്ന ടെസ്റ്റ് ട്യൂബിൽ നമ്മളതിനെ കണക്ട് ചെയ്യുന്നു. ഓക്കെ, സോ ഇങ്ങനെയാണ് നമ്മൾ ലബോറട്ടറിയിൽ അമോണിയനെ പ്രിപ്പയർ ചെയ്യുന്നത്. ആൻഡ് ഇൻഡസ്ട്രിയൽ പ്രിപ്പറേഷൻ ഓഫ് അമോണിയ, ഹൗ ടു പ്രിപ്പയർ. അപ്പോൾ നമ്മൾ ക്ലാസ് റൂം പ്രിപ്പറേഷൻ പഠിച്ചു. സോ ഫസ്റ്റ് ഓഫ് ഓൾ വി ലേൺഡ് ഹൗ ടു പ്രിപ്പയർ അമോണിയ ഇൻ ദ ക്ലാസ് റൂമിൽ എങ്ങനെ പ്രിപ്പയർ ചെയ്യാം. ദെൻ നമ്മൾ ലബോറട്ടറിയിൽ എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നത്. ദെൻ ഹൗ ടു പ്രിപ്പയർ അമോണിയ ഇൻഡസ്ട്രിയൽ. ഇപ്പോൾ നമ്മൾ അഗ്രികൾച്ചറൽ ഫീൽഡിലും അല്ലെങ്കിൽ വേറെ ഫീൽഡിലൊക്കെ യൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അമോണിയ ഇൻഡസ്ട്രിയലി എങ്ങനെ പ്രിപ്പയർ ചെയ്യുന്നു എന്നുള്ളതാണ് നെക്സ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത്. സോ നമുക്കറിയാം, അമോണിയ പ്രിപ്പയർ ചെയ്യണമെങ്കിൽ എന്താ വേണം, നൈട്രജനും. ഫോർ ദ പ്രിപ്പറേഷൻ ഓഫ് അമോണിയ ദർ വാണ്ട്സ് നൈട്രജൻ ആൻഡ് ഹൈഡ്രജൻ. നൈട്രജനും ഹൈഡ്രജനും വേണം അമോണിയയുടെ ഇൻഡസ്ട്രിയൽ പ്രിപ്പറേഷന്. അമോണിയ എന്ന് പറയുന്നത് എന്താണ്, നൈട്രജനും ഹൈഡ്രജനും അല്ലേ. അപ്പോൾ അതിൻ്റെ പ്രിപ്പറേഷൻ എന്ത് വേണം, നൈട്രജനും ഹൈഡ്രജനും വേണം. അമോണിയ ഈസ് ഇൻഡസ്ട്രിയലി produced by reacting nitrogen and hydrogen under high pressure and temperature in the presence of a catalyst in the sponge form. അപ്പം നമ്മൾ ഈ അമോണിയ ഇൻഡസ്ട്രിയലി പ്രിപ്പയർ ചെയ്യുന്നത് ഹൈ പ്രഷർ കൊടുക്കും നമ്മൾ, അതുപോലെ തന്നെ ഹൈ പ്രഷറും ഹൈ ടെമ്പറേച്ചറും നമ്മൾ കൊടുക്കുന്നുണ്ട്. എന്നിട്ടൊരു കറ്റാലിസ്റ്റിൻ്റെ പ്രസൻസിലാണ് നമ്മളിതിനെ ചെയ്യുന്നത്. കറ്റാലിസ്റ്റ് എന്താണെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ, അതായത് നമ്മൾ ഈ ഒരു കെമിക്കൽ റിയാക്ഷനിൽ നേരിട്ട് പങ്കെടുക്കാതെ കെമിക്കൽ റിയാക്ഷനിൽ മാറ്റം വരുത്താൻ, അതിൻ്റെ സ്പീഡിനെ കുറയ്ക്കാനോ കൂട്ടാനോ ഒക്കെ യൂസ് ചെയ്യുന്ന സാധനമാണ് കാറ്റലിസ്റ്റ് എന്ന് പറയുന്നത്. ദർ ഈസ് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് കാറ്റലിസ്റ്റ്. ഇതൊക്കെ നമ്മൾ 9th പഠിച്ചതാണ്, അതുകൊണ്ട് മിസ് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല. അപ്പം കാറ്റലിസ്റ്റ് എന്ന് പറയുമ്പോൾ പോസിറ്റീവും ഉണ്ട് നെഗറ്റീവും ഉണ്ട്. അതായത് ഇപ്പോൾ ഒരു കെമിക്കൽ റിയാക്ഷനെ ഫാസ്റ്റർ ആക്കാനാണ് നമ്മൾ കാറ്റലിസ്റ്റ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് പോസിറ്റീവാണ്. ഇനി നമുക്ക് ചില റിയാക്ഷൻസിൽ എന്ത് ചെയ്യണം, ഈ കെമിക്കൽ റിയാക്ഷനെ നമ്മൾ കുറച്ച് സ്ലോ ആക്കി മാറ്റണം. അപ്പം നമ്മൾ നെഗറ്റീവ് കാറ്റാലിസ്റ്റുകളാണ് യൂസ് ചെയ്യുന്നത്. ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന കാറ്റാലിസ്റ്റ് എന്ന് പറയുന്നത് അമോണിയയുടെ ഇൻഡസ്ട്രിയൽ പ്രിപ്പറേഷനിൽ നമ്മൾ യൂസ് ചെയ്യുന്ന കാറ്റലിസ്റ്റ് എന്ന് പറയുന്നത് സ്പോഞ്ച് അയൺ ആണ്. ഓക്കെ, സോ അപ്പം നല്ല ഹൈ പ്രഷർ, നൈട്രജനെയും ഹൈഡ്രജനും നമ്മളിവിടെ യൂസ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് ഹൈ പ്രഷറും ഹൈ ടെമ്പറേച്ചറും കൊടുക്കുന്നു. ഇൻ ദ പ്രസൻസ് ഓഫ് എ കാറ്റലിസ്റ്റ് ഈസ് കോൾഡ് സ്പോഞ്ച് അയണിൻ്റെ പ്രസൻസിലാണ് നമ്മളിത് ചെയ്യുന്നത്. ആൻഡ് ഇൻഡസ്ട്രിയൽ പ്രിപ്പറേഷൻ ഓഫ് അമോണിയ ഡൺ ബൈ ദ ഹേബർ പ്രോസസ്സ്. അപ്പോൾ ഇൻഡസ്ട്രിയലി ഇത് ഇമ്പോർട്ടൻ്റ് ആണ് ആ ഒരു പ്രോസസ്സിൻ്റെ പേര്. ഓക്കെ, സോ ഇൻഡസ്ട്രിയൽ പ്രിപ്പറേഷൻ ഓഫ് അമോണിയ ഈസ് കോൾഡ് ഹേബർ പ്രോസസ്സ്. അപ്പം ഇൻഡസ്ട്രിയലി നമ്മൾ അമോണിയനെ പ്രിപ്പയർ ചെയ്യുന്നതിൻ്റെ പേരാണ് എന്തെന്ന് പറയുന്നത്, ഹേബർ പ്രോസസ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അത് സയൻറ്റിസ്റ്റുമായിട്ട് ബന്ധപ്പെട്ടാണ് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ അതിൻ്റെ ഒരു ഹേബർ പ്രോസസ്സുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു ഇത് കൊടുത്തിട്ടുണ്ട്. സോ ജർമ്മൻ സയൻറ്റിസ്റ്റ് ആയിട്ടുള്ള ഫ്രിറ്റ്സ് ഹേബർ ആണിത് ഡിസ്കവർ ചെയ്യുന്നത്. ദാറ്റ്സ് വൈ ദിസ് പ്രോസസ് ഇസ് കോൾഡ് ഹേബർ പ്രോസസ്സ്. അതുകൊണ്ടാണ് ഇതിനെ ഹേബർ പ്രോസസ്സ് എന്ന് പറയാനുള്ള കാരണം. അപ്പോൾ ഇതിൻ്റെ കെമിക്കൽ ഇക്വേഷൻ നമുക്ക് നോക്കാം. നൈട്രജൻ ഹൈഡ്രജൻ ഇൻറ്റു H2. Nitrogen gas and hydrogen gas combined form NH3. ഓക്കെ, നൈട്രജൻ ഗ്യാസും ഹൈഡ്രജൻ ഗ്യാസും കൂടെ കമ്പൈൻ ചെയ്ത് എന്ത് ചെയ്യുന്നു, അവിടെ അമോണിയ ഫോം ചെയ്യുന്നു. അപ്പോൾ നമ്മൾ ഇക്വേഷൻ ബാലൻസ് ചെയ്യണം. ഓക്കെ, സോ അപ്പം നൈട്രജൻ ആൻഡ് ഹൈഡ്രജൻ കമ്പൈൻസ് ടു ഫോം അമോണിയ. നൈട്രജനും ഹൈഡ്രജനും കൂടെ കമ്പൈൻ ചെയ്ത് എന്തായിട്ട് മാറുന്നു, അമോണിയ ആയിട്ട് മാറുന്നത്. ഇൻ ദിസ് വേ വി പ്രിപ്പയർ ഇൻഡസ്ട്രിയലി ബൈ അമോണിയനെ ഇൻഡസ്ട്രിയലി ഇങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നത്. ഓക്കെ, അപ്പം എന്ത് ചെയ്യുന്നു, ഹൈ പ്രഷറും അപ്പം നമുക്ക് വേണമെങ്കിൽ എഴുതാം ഹൈ പ്രഷർ ആൻഡ് ഹൈ ടെമ്പറേച്ചർ. ഹൈ പ്രഷറും ഹൈ
ടെമ്പറേച്ചർ നമ്മൾ കൊടുക്കുന്നു. ദെൻ ഇൻ ദ പ്രസൻസ് ഓഫ് എ കറ്റാലിസ്റ്റ് കോൾഡ് സ്പോഞ്ച് അയൺ. സ്പോഞ്ച് അയൺ എന്ന് പറയുന്ന ഒരു കറ്റാലിസ്റ്റിൻ്റെ പ്രസൻസിലാണ് നമ്മൾ ചെയ്യുന്നത്. ഇൻ ദിസ് വേ വി പ്രിപ്പയർ ദ അമോണിയ ഇൻഡസ്ട്രിയലി. So in this class we have discussed about how to prepare ammonia in the classroom and how to prepare ammonia in the laboratory, and lastly we have learned how to prepare ammonia industrially, and the industrial process is called a Haber process. Industrially ammonia prepare ചെയ്യുന്ന പ്രോസസ്സിൻ്റെ പേരാണ് Haber process. Don't forget the process name, Haber process. Okay, so in the next class we will learn more about this chapter. Now we can wind up. Thank you. Assalamu alaikum.